സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു. സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷത്തിൽ ദൈവം വിളിച്ചവർ തങ്ങളുടെ ആ പ്രവൃത്തി ചെയ്യാതായപ്പോൾ മറ്റുള്ളവരെ ദൈവം വിളിക്കുകയാണ്. കാരണം ഇതാ വിരുന്നൊരുക്കിയിരിക്കുന്നു. നമ്മൾ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ ദൈവത്തിൻ്റെ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മളൊരു വിരുന്നുണ്ണുന്ന മക്കളാണ്, അനുഭവിക്കുകയാണ്. ഈ ദൈവീയമായ സമാധാനം അനുഭവിക്കുകയാണ്. ഈ ദൈവീയമായ സമാധാനം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവരാജ്യത്തിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നത്. എന്നാൽ നമുക്ക് ആർക്കും അതിനുള്ള സമയമില്ല. നമ്മൾ ലോകത്തിൻ്റെ വഴിയിലൂടെ പോവുകയാണ്. ഒന്ന് ബൈബിളിൽ നിന്ന് ഒത്ത് വായിക്കാനോ അല്ലെങ്കിൽ ആത്മാർത്ഥമായി ഒന്ന് ദേവാലയത്തിൽ പോയി ആരാധന മുമ്പിൽ ഇരിക്കാനോ ഒന്നും നമുക്ക് സമയമില്ല. കാരണം നമ്മൾ തിരക്കിലാണ്, പല കാര്യങ്ങൾ ചെയ്യുകയാണ്, ജീവിതത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഒരു സമാധാനത്തിലേക്ക്, യഥാർത്ഥത്തിലുള്ള ഒരു പരിശുദ്ധാത്മ ഫലം കൊടുക്കാനായിട്ടുള്ള മക്കളായി നമ്മൾ മാറുന്നില്ല. അപ്പോൾ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ട് ദൈവം മറ്റുള്ളവരെ പോയി മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പോയി ഓരോരുത്തരെ കണ്ടുപിടിക്കാൻ പറയുക. അങ്ങനെ വരുന്നവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് തന്നെ കൂടുതൽ എളിമപ്പെട്ടുകൊണ്ട് വേണം പോരാനായിട്ട്. എന്നാൽ അതിൽ ഒരാൾ സൂത്രശാലി ഈ വിരുന്നു പന്തലിൽ കയറിപ്പറ്റി. ഈ വിരുന്നു പന്തലിൽ കയറിപ്പറ്റിയവർ യഥാർത്ഥത്തിൽ ഉള്ളു കഴുകാതെ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാതെ, നല്ല വസ്ത്രം ധരിക്കാതെ, വിവാഹവസ്ത്രം ധരിക്കാതെയാണ് ഇരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവൻ പുറന്തള്ളപ്പെടും. സ്നേഹമുള്ളവരെ, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ, ഞാൻ വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടോ, ഞാൻ കുഞ്ഞാൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടിട്ടുണ്ടോ, ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യം മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് വചനത്തിനോടുള്ള ദാഹം തോന്നുകയുള്ളൂ, വചനം വായിക്കാനുള്ള ആഗ്രഹം തോന്നുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തകർന്നു പോകും. അതുകൊണ്ട് നമുക്ക് സാധാരണ ഭക്ഷണം നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഭക്ഷണം എടുക്കുമ്പോൾ പാത്രം കഴുകിയിട്ടാണ് ഉപയോഗിക്കുക. 1-2 പ്രാവശ്യം കഴുകിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. എന്നാൽ ആത്മാവിൽ ലഭിക്കേണ്ടതായ, ഉള്ളിൽ ലഭിക്കേണ്ടതായ ആ നിത്യജീവന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ എത്രമാത്രം ഒരുങ്ങിയിട്ടാണ് സ്വീകരിക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതിനുള്ള കൃപാവരം ലഭിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സുഗന്ധവാഹിനി അമ്മേ നിൻ സുതനെ വാഴ്ത്തുന്നു.